ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ കുറേ ദിവസം കൂടിയാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് ഇത്രയും ദിവസം എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞ് 31 ഏപ്രിൽ 1 നമുക്ക് ആനുവൽ ഡേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇന്നാണ് ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 2-നാണ് കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് റൂം ക്ലീനിങ് ആണ്. ഈ അലാറം കണ്ടോ, ഈ അലാറത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്നൊരു റൂം ക്ലീനിങ് റൂം മീൻസ് സ്റ്റഡി ടേബിൾ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റഡി ടേബിൾ ക്ലീനിങ് കണ്ടാലോ ഗൈസ്. നമ്മുടെ 5ാം ക്ലാസ്സിലെ ബുക്സൊക്കെ എടുത്ത് ഷെൽഫിലൊക്കെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ടേബിളിൽ കുറച്ച് ബുക്ക് മാത്രം വയ്ക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ കുറേ ബുക്കുകളുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറേ എൻ്റെ പതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഒരു ഫയലാണ്. ഏത് ഫയലാണ് സ്കൂളിൽ കൊണ്ടുപോകാറ്. പിന്നെ അതാണ്ട് ടിഷ്യൂ പേപ്പർ, അത് എൻ്റെ ടേബിളിൽ ഇരുന്നാണ്. പിന്നെ ഇതാ കുറേ അസൈൻമെൻറ്റ്സ്, സ്പേസ് ഫാമിലിയുടെ ഒരു അസൈൻമെൻറ്റ്, പിന്നെ അതിനകത്ത് കുറേ സ്പേസിൻ്റെ ഒക്കെ ഫോട്ടോസുണ്ട്, പ്ലാനറ്റ്സിൻ്റെയും ഒക്കെ ഫോട്ടോസുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചാന്ദ്രദിന പതിപ്പാണ്. സ്കൂളിൽ കൊണ്ട് വെച്ചിട്ട് നാശമാവണയാണ്. ആ ഫ്രണ്ടിൽ വരയും കുറിയൊക്കെ അത് സ്കൂളിൽ കൊണ്ട് വെച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് കുറേ പത്ര കട്ടിങ്സും ഒക്കെ ഉണ്ട്. പിന്നെ കൃഷ്ണപ്പതിപ്പ്, പിന്നെ കഥകളി പതിപ്പിൽ കുറേ കഥകളിയുടെയൊക്കെ കുറേ ഫോട്ടോസുണ്ട് ഗൈസ്. പിന്നെ ഒരു ഫ്ലവേഴ്സിൻ്റെ പേരുള്ളൊരു ബുക്കാണ് ഗൈസ്. കുറേ ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ ഉണ്ട്. കുറേ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ ടേബിളിൻ്റെ മണ്ടയിടുന്നൊരു മാറ്റ്, ഒരു ഷീറ്റാണ്. ആ ഷീറ്റ് നമുക്കൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് തുടച്ചെടുക്കാം ഗൈസ്. ഇതാണ് ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായി നമ്മൾ ഷീറ്റ് വിരിക്കുന്ന കാണിക്കാനൊക്കെ എനിക്ക് പറ്റിയില്ല. ഇന്ന് നമ്മൾ കുറേ ബുക്സ് അങ്ങ് വെക്കുകയാണ്. നമ്മൾ കുറേ ബുക്സ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറിയും കൂടെ വെക്കാം. ഡയറി വെച്ചു ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോട്ടോ കാണിച്ചു തരാം ഗൈസ്. ഇതിൽ ഞാൻ എവിടെ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. അതാണ്ട് ഞാൻ കണ്ടോ, ഞാനത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് 4 പേരുണ്ട്. ഒന്ന് ഇതാ അവളുടെ പേര് സാറ, പിന്നെ ഇവളുടെ പേര് അനീറ, അതിൻ്റെ അപ്പുറത്തേക്കുന്ന ആളുടെ പേര് ഇൻഷ, പിന്നെ ഇപ്പം കാണിച്ചില്ലേ അവളുടെ പേരാണ് റിസ്വാന. ഇവർ 4 പേരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാനിവിടെ കൂട്ടി 5 പേര് നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്തത് എന്താ ക്ലാസ് ഫോട്ടോ അത്രയാണ് ഗൈസ്. അതിനകത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഇതെൻ്റെ താത്തി വരച്ചൊരു പിക്ചറാണ്, ഒരു കൊച്ചു കൃഷ്ണനെ. എനിക്ക് എങ്ങനെയുണ്ട്, ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ടേബിളോട്ട് വയ്ക്കാനുള്ള ഒരു ബോക്സ്. ആനുവൽ ഡേ എനിക്ക് പനി പിടിച്ചു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ക്ലീനിങ് കാരണം. പിന്നെ നമുക്ക് ഈ ബോക്സ് നിറച്ച് നമ്മുടെ സാധനങ്ങളാണ്. ഇതുപോലെ എനിക്ക് ആവശ്യപ്പെട്ടാണ്. ഇത് നമ്മുടെ ക്രയോൺസ്, സ്കെച്ച് പെൻസ്, പിന്നെ നമ്മുടെ ബോക്സ്, ഇയറിംഗ് ബോക്സ്, ആൽപ്സിൻ്റെ ഹെയർ അടിക്കുന്നത്, പിന്നെ നമ്മുടെ പിന്നെ അതിൻ്റെ അകത്തിരുന്ന പേപ്പേഴ്സ് ഒക്കെ തരത്തൊക്കെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ ചോക്ലേറ്റിൻ്റെ കവറുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ആ ബോക്സിലുള്ള കുറേ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തട്ടിക്കളയാം ഗൈസ്. ആ ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു പേപ്പറാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ആ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പേപ്പർ വെച്ചൊന്ന് സെറ്റാക്കാം. നമുക്കെടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ, ഈ പേപ്പർ നമുക്ക് നല്ലപോലെ ഫോൾഡാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രയോൺ ബോക്സ് വെക്കാം. അതിന് ശേഷം നമുക്ക് പെൻ ബോക്സ് വെക്കാം. പിന്നെ നമ്മുടെ ജിംക ബോക്സ് വെക്കാം. ഇയറിംഗ് ബോക്സ് ഉണ്ട് കേട്ടോ, അത് ഉദ്ദേശിച്ച്. പിന്നെ ഒരു കവറുണ്ട്, ആ കവർ വയ്ക്കാം. പിന്നെ കുറച്ച് മറ്റേ ഗിഫ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, ഗിഫ്റ്റ് പേപ്പേഴ്സ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പേഴ്സ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എന്തൊക്കെ എൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് പേനയും ഒക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ എന്തൊരു ഒരു എണ്ണയുടെ എന്തൊരു പെയിൻറ്റിൻ്റെ ബോട്ടിലോ അത് വെച്ചിട്ട് പിന്നെ നമുക്ക് ബോക്സ് വയ്ക്കാം. നമുക്കിത് നീക്കിയിട്ട് ബോക്സ് വെച്ചാൽ ശരിയല്ല ഗൈസ്, നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ ടേബിളിലെ പകുതി കാര്യങ്ങൾ തീർന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അതുണ്ടോ, മറ്റേ പിക്ചറാണ് ഗൈസ്. പിന്നെ എൻ്റെ പേപ്പർ ഇതാണ് ഗൈസ്, എൻ്റെ ബോർഡ് കണ്ടോ, ഒരു ബാർബിയുടെയൊക്കെ തീമുള്ള ബോർഡാണ്. അതിൻ്റെ അകത്ത് കൃഷ്ണൻ്റെ ഫോട്ടോസ് ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫയലിൽ നമ്മുടെ പേപ്പേഴ്സൊക്കെ വയ്ക്കാറുണ്ട്. കണ്ടു ഗൈസ്, ഈ ഒരു യെല്ലോ ഫയലിൻ്റെ സ്കൂളിൽ പേപ്പേഴ്സ് ഇല്ലേ, മീൻസ് ആൻസർ ഷീറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഈ നമ്മൾ എഴുതുന്ന പേപ്പറില്ലേ, റൈറ്റിംഗ് പേപ്പർ, ആ പേപ്പേഴ്സ് നമുക്ക് വെള്ളം പേപ്പർ അതൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ ഈ പച്ച ഫയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഫയലാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ വീണേൻ്റെയൊക്കെ കാലിൻ്റെ പ്രോബ്ലംസിൻ്റെ കുറച്ച് സ്കാനിങ്ങും ഒക്കെ അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ബാഗ്, ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വയ്ക്കാം ഗായ്സ്. നമുക്ക് പിന്നെ ബോർഡ് വെച്ചത് ശരിയാവുന്നില്ല, ഇങ്ങനെയെങ്കിലും ഇതൊക്കെ എടുത്ത് വയ്ക്കാം ഗായ്സ്. നമുക്ക് ഇപ്പോൾ ബോർഡ് കറക്റ്റായി. നമുക്ക് ആ ബോക്സിൻ്റെ അടിയിൽ വെക്കാം ഗായ്സ് ബോർഡ്. നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫയലും ബാഗ് എടുത്ത് ആ ബുക്കിൻ്റെ വണ്ടയിലൊക്കെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു ഹൂക്കില്ലേ, ആ ഒരു സൈഡിലത്തെ ഹൂക്ക്, ആ ഹൂക്കിലും കുറച്ച് സാധനങ്ങൾ ഹാങ് ചെയ്ത് വെക്കാറുണ്ട്. ആ ഹൂക്കാണ് ഗൈസ്. നമുക്ക് അവിടേക്കുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. വെയിറ്റ് ചെയ്യൂ. ഈ ഒരു ചെവിയിൽ വെച്ച് കളിക്കുന്ന സാധനമില്ലേ, ശബ്ദം ഉണ്ടാവുന്ന ആ സാധനം നമുക്ക് അവിടെ തൂക്കാനാണ്. പിന്നെ നമ്മുടെ ടൈയർ, ബെൽറ്റ്, ഇതൊക്കെ നമുക്ക് അവിടെ തൂക്കണം ഗൈസ്. ടൈറ്റു. ഇനി നമുക്ക് ബെൽറ്റ് ഇടാം ഗൈസ്. ബെൽറ്റ് ഹാങ് ചെയ്തു. ഇനി നമുക്ക് ചെവിയിൽ വെച്ച് കളിക്കുന്ന ആ സാധനം അവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു മേശയുടെ ഡ്രോയാണ്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ നമ്മൾ ഇത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഇതെടുത്തോട്ട് വയ്ക്കാം. എൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഗൈസ്. നമുക്ക് ഡ്രോയുടെ ഭാഗത്ത് ഞാൻ അവിടെ നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതാണ് കണ്ടോ. നമുക്കിന്ന് ഈ മേശ കൊണ്ട് അടയ്ക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് ഇതും ക്ലീൻ ചെയ്തെടുക്കാം, ഡ്രോയർ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഒരു സ്റ്റഡി ടേബിൾ ക്ലീനിങ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.